കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്ക്, പ്രത്യേകിച്ച് കുലശേഖരപുരം പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ധാരാളം നല്ല കർഷകരുള്ള പ്രദേശമാണ്. വ്യത്യസ്തമായി ചിന്തിക്കുകയും അതനുസരിച്ച് നാട്ടറിവും പുരോഗമനപരമായ രീതികളും സമന്വയിപ്പിച്ച് കാർഷിക വിജയം കൊയ്യുന്നവരുമാണ് ഇവിടുത്തെ കർഷകർ. ഈ പഞ്ചായത്തിലെ എടുത്തു പറയേണ്ട ഒരു സമ്മിശ്ര കർഷകനാണ് ഷംസുദ്ദീൻ. പാരമ്പര്യമായി കാർഷിക കുടുംബത്തിൽ ജനിച്ച് അച്ഛന്റെ കൂടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി ജോലി ചെയ്തും അതിലേക്കുള്ള താൽപര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പത്തൊൻപതാം വയസ്സിൽ വിദേശത്ത് ജോലിക്കായി പോകേണ്ടി വന്നു. അപ്പോഴും കൃഷിയോടുള്ള ഇഷ്ടം അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ഇപ്പോഴും ഒരു പ്രവാസിയാണെങ്കിലും കൂടുതൽ സമയം കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നു. 27 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ആദ്യ 15 വർഷം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അന്ന് സമ്പാദിച്ച തുക മുഴുവൻ നാട്ടിൽ വന്ന് 7.5 ഏക്കറോളം സ്ഥലം വാങ്ങിച്ചു. പള്ളിക്കലാറിന്റെയും വട്ടക്കായലിന്റെയും സംഗമസ്ഥാനത്തിന് അടുത്തുള്ള സ്ഥലമായിരുന്നതുകൊണ്ട് ജലലഭ്യത ധാരാളമായിരുന്നു. അതുകൊണ്ട് ആദ്യം ഇവിടെ മത്സ്യകൃഷി തുടങ്ങി. രണ്ടര ഏക്കർ വീതമുള്ള 2 വലിയ കുളങ്ങൾ നിർമ്മിച്ചു. എട്ടടി താഴ്ചയിൽ കുഴിച്ച് ഭിത്തി നിർമ്മിച്ച് ജലം നിറച്ച് മുകളിൽ വലിയുമിട്ടു. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളായ കട, രുപു, മൃഗാൾ, മലേഷ്യൻ വാള തുടങ്ങിയവയുടെ 20,000 കുഞ്ഞുങ്ങളെയാണ് ഈ കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആദ്യത്തെ 6 മാസം ഫിഷ് ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ചോറ്, അരി, ഗോതമ്പ് തുടങ്ങിയവ എല്ലാം തീറ്റയായി കൊടുക്കും. ഇതിന്റെ പരിചരണത്തിനായി 9 ജോലിക്കാരുടെ സേവനവും ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരമുള്ള ശുദ്ധജല മത്സ്യകൃഷിയാണ് ഇത്. കൊല്ലം ജില്ലയ്ക്കായി മാത്രം 1,95,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. രണ്ടര ഏക്കർ വീതമുള്ള 2 കുളവും 50 സെന്റ് വീതമുള്ള 3 കുളങ്ങളും 70 സെന്റ് വീതമുള്ളത് 2ഉം 10 സെന്റിന്റെ 1 കുളവും ഉൾപ്പെടെ 8 കുളങ്ങളിലായി 1,00,000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ ഇവിടെ വളർത്തുന്നത്. ഇത് 1 വർഷമായി. ഈ ജൂൺ മാസത്തിലെ ട്രോളിംഗ് നിരോധന സമയത്ത് ഇവയെ വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ വിദേശത്ത് പോവുകയും അവിടെ നിന്ന് സമ്പാദിച്ച പൈസ ഉപയോഗിച്ച് കുലശേഖരപുരത്തും അതേപോലെ തന്നെ തൊടിയൂരും ഞാൻ സ്ഥലം വാങ്ങുകയും മത്സ്യകൃഷി പ്രധാന കൃഷിയായി എടുക്കുകയും മത്സ്യകൃഷിയോടൊപ്പം തന്നെ മറ്റ് വിളകളും കൃഷി ചെയ്യാൻ തുടങ്ങി. ഇനി എൻ്റെ മക്കളെയും ഇതേപോലെ കൃഷിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരെയും കൂടി ഞാൻ ഇതിനെ തൽപരരാക്കാൻ വേണ്ടി അവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. നല്ലൊരു കർഷകനാകുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അത് സാക്ഷാത്കരിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പം പുതുതായിട്ട് മത്സ്യകൃഷിയിൽ മത്സ്യകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മത്സ്യക്കുളങ്ങളിലെ അമോണിയയുടെ അളവ് കൂടുതൽ.
ആ അമോണിയയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് വേസ്റ്റ് ആക്കാതെ തന്നെ ആ അമോണിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പച്ചക്കറികളും അതായത് പപ്പായയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൃഷി ചെയ്ത് ഇതിനോടൊപ്പം തന്നെ ഒരു വരുമാനം ഉണ്ടാക്കി മറ്റ് കർഷകർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിരവധി കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് എല്ലാ ദിവസവും ഇവിടെ വന്ന് കൃഷിയെക്കുറിച്ച് പഠിക്കുകയും മത്സ്യകൃഷിയെക്കുറിച്ച് പഠിക്കുകയും അവരുടെ സംശയങ്ങൾ എന്നോട് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. തീർത്തും സംതൃപ്തരായിട്ടാണ് അവരെല്ലാം ഇവിടുന്ന് പോകുന്നത്. ഡോക്ടറേറ്റ് എടുക്കുന്ന PhD സ്റ്റുഡൻസ് വരുന്നുണ്ട്, സ്കൂൾ മുതൽ ഫിഷറി സ്കൂളിലെ കുട്ടികൾ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പിന്നെ കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യാത്തത് കൊണ്ടാണ് കൃഷി നഷ്ടമാകുന്നത്. ഇതിൽ ആത്മസംതൃപ്തി തന്നെ വലുതാണ്. അതുകൂടാതെ തന്നെ സാമ്പത്തിക ലാഭവും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠയോടും കൂടിയാണ് ഇദ്ദേഹം ഈ മത്സ്യകൃഷി ചെയ്യുന്നത്. വലിയ കുളങ്ങളാണെങ്കിലും വെള്ളത്തിന്റെ pH ലെവൽ 7.5 കൂടാൻ അനുവദിക്കാറില്ല. pH ലെവൽ കുറയ്ക്കാനായി കുമ്മായമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മീനിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഓക്സിജന്റെ ലഭ്യത. വെള്ളത്തിൽ ഇത് കുറഞ്ഞാൽ ഉടൻ പുതിയ വെള്ളം പമ്പ് ചെയ്തു കൊടുക്കും. മത്സ്യക്കുഞ്ഞുങ്ങൾ ധാരാളം വളരുന്നതുകൊണ്ട് വിസർജ്യം ജലത്തിൽ ലയിച്ച് അമോണിയയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതിന് കൃത്യമായ ഇടവേളകളിൽ ഈ കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് മറ്റ് കൃഷികൾക്കായി ഉപയോഗിക്കുകയും വീണ്ടും കുളത്തിൽ പുതിയ വെള്ളം നിറച്ചു കൊടുക്കുകയും ചെയ്യും. അമോണിയ കലർന്ന വെള്ളം ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതോടൊപ്പം മറ്റു വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് മത്സ്യസമൃദ്ധി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ഷംസുദ്ദീൻ ജില്ലയിലെ മികച്ച കർഷകനാണ്. ജില്ലയിലെ ഒരു മാതൃകാ ഫാമായ ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ മത്സ്യ കർഷകരും വിദ്യാർത്ഥികളും ഗവേഷണ സ്ഥാപനമായി ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന വഴി കൊല്ലം ജില്ലയ്ക്ക് 1,95 ലക്ഷം രൂപ മത്സ്യസമൃദ്ധി സെക്കൻഡ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. കർഷകരുടെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ ഉൾനാടൻ മത്സ്യോൽപാദനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വരും വർഷങ്ങളിലും ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നുണ്ട്. താറാവ് കൃഷിയും ഇതിനോടൊപ്പം തന്നെ ഇദ്ദേഹം കൊണ്ടുപോകുന്നു. അതിനായി ഒരു ചെറിയ ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട്. ജലാശയവും കുളങ്ങളും ധാരാളം ഉള്ളതുകൊണ്ട് താറാവ് ഇതിലൊക്കെയായി വളരുന്നു. വേസ്റ്റാകുന്ന മത്സ്യം ചെറുതായി അരിഞ്ഞ് താറാവിന് തീറ്റയായി കൊടുക്കും. കൂടാതെ ഗോതമ്പ്, ചോറ് എന്നിവയും തീറ്റയായി നൽകാറുണ്ട്. എപ്പോഴും തുറന്നു വിട്ടിരിക്കുന്നതിനാൽ പറമ്പിൽ കൊത്തിപ്പെറുക്കി തിന്നുന്നതുകൊണ്ട് മുട്ട ഓർഗാനിക്കാണ്. തനി കുട്ടനാടൻ ഇനം താറാവാണിത്. 210 താറാവ് ഇപ്പോൾ ഇവിടെ വളരുന്നു. വിഗോവ ഇനം 10 താറാവും ഭംഗിക്കായി ഇതിന്റെ കൂടെ തന്നെ വളർത്തുന്നുണ്ട്. ശരാശരി ഒരു ദിവസം 90 മുട്ട വരെ ലഭിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മത്സ്യം വളർത്തുന്ന കുളങ്ങളുടെ ഇടയിലായി വലിയ ഒരു ഷെഡ് നിർമ്മിച്ച് അതിൽ മുട്ടക്കോഴിയെയും വളർത്തുന്നുണ്ട്. താഴെ അറക്കപ്പൊടി നിരത്തി ചുറ്റും നല്ല ഇരുമ്പ് വലയിട്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ 210 മുട്ടക്കോഴികളാണ് ഉള്ളത്. ഗിരിരാജൻ ഇനം കോഴികളാണ് ഇവ.
വെള്ളവും തീറ്റയും കൊടുക്കാൻ പ്രത്യേക സംവിധാനവും ചെയ്തിട്ടുണ്ട്. നൂറ് പിടക്കോഴിക്ക് 5 പൂവൻ കോഴി എന്ന കണക്കിലാണ് പൂവനെയും പിടക്കോഴിയെയും ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് 1.5 വർഷമായ കോഴികളാണ്. ശരാശരി 60 മുട്ട വരെയേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ. ഒരു കോഴി ഏകദേശം 3 കിലോഗ്രാമിൽ കുറയില്ല. മുട്ട കുറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഇതിനെയെല്ലാം ഇറച്ചിക്കായി വിൽക്കും. അടുത്ത ബാച്ച് 530 കോഴിക്കുഞ്ഞുങ്ങളെ 2 ദിവസം മുൻപ് വാങ്ങി വളർത്താൻ തുടങ്ങി. ഇത് 45 ദിവസം പ്രായമായതാണ്. എല്ലാ പ്രതിരോധ മരുന്നുകളും കുത്തിവയ്പും കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ വേറെ മരുന്നുകളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 3 മാസം കൂടി കഴിയുമ്പോൾ ഇവയെല്ലാം മുട്ടയിട്ട് തുടങ്ങും. ഒരു കോഴിക്കുഞ്ഞിന് 70 രൂപ നിരക്കിൽ വാങ്ങിയതാണ്. തുടക്കത്തിൽ കുറച്ചുനാൾ കോഴിത്തീറ്റ മാത്രം കൊടുക്കും. അത് കഴിഞ്ഞ് പുല്ല്, ഔഷധ സസ്യങ്ങൾ, തുമ്പ തുടങ്ങിയവയും തീറ്റയായി ഇട്ടുകൊടുക്കാറുണ്ട്. തുറന്നു വിട്ട് വളർത്താത്തതുകൊണ്ട് ഇത് അത്യാവശ്യമാണെന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. ഒരു പരിധിവരെ പ്രതിരോധ ശക്തി കൂട്ടാനും ഇത് സഹായിക്കുമെന്നും ഇദ്ദേഹം വിശ്വസിക്കുന്നു. രണ്ടായിരത്തി 4 മുതൽ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്തായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി നിശ്ചയിക്കുകയും രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗങ്ങൾ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് കർഷകരെ ജൈവ കാർഷിക രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയുടെ. ഇത് സാക്ഷാത്കരിക്കാൻ ഒരുപാട് കടമ്പകൾ വേണ്ടി വന്നു. കാരണം പരമ്പരാഗതമായിട്ട് കർഷകർ എന്ത് അസുഖം വന്നാലും കീടനാശിനി ആശ്രയിച്ചുകൊണ്ടിരിക്കുകയും രാസവളങ്ങളെ അതിൻ്റെ ഒരു വ്യത്യസ്തമായി എന്ന് വെച്ചാൽ ആവശ്യത്തിലധികവും അനാവശ്യ അവസരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ആശയം ജൈവ കാർഷിക ഗ്രാമം എന്ന ആശയം കൊണ്ടുവരണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ടത്. അപ്പോൾ നമുക്കിതിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏക മാർഗം ചില മാതൃകാ കർഷകരെ കണ്ടെത്തുക, അവരിൽ കൂടി ഈ പദ്ധതികൾ നടപ്പിലാക്കി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നായിരുന്നു ഞങ്ങളുടെ ആദ്യഘട്ടത്തിലുള്ളത്. അതിൽപ്പെട്ട ഒരു കർഷകനാണ് പ്രവാസി ജീവിതം കഴിഞ്ഞ് ഇവിടെ കരുനാഗപ്പള്ളിയിലെ പുന്നക്കുളം പുതിയകാവിൽ സ്വന്തമായിട്ട് കൃഷി തുടങ്ങുകയും അവിടെ വീട്ടിൻ്റെ മുറ്റിലുള്ള 1 ഏക്കർ സ്ഥലത്ത് മാതൃകാപരമായിട്ട് തെങ്ങിൻ്റെ ഇടയിൽ വാഴയും പച്ചക്കറിയും കവുങ്ങും എല്ലാമായിട്ട് തുടങ്ങിയത്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓരോരോ ആശയങ്ങളും നമുക്ക് മനസ്സിൽ വന്ന് പപ്പായയിലേക്ക് തിരിയാൻ തുടങ്ങി. അപ്പം മാർക്കറ്റ് എവിടെ കണ്ടെത്തും എന്നുള്ളൊരാശങ്കയുണ്ടായിരുന്നു. എന്നാൽ ചെയ്തു വന്നു കഴിഞ്ഞ് ജൈവ ഉൽപ്പന്നമാണ് അവിടെ ലഭിക്കുമെന്ന് കണ്ടപ്പോൾ മാർക്കറ്റിലേറെ പ്രിയമായി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരുനാഗപ്പള്ളിയിലെ ഫാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു സമ്മിശ്ര കൃഷിയാണ്. അതെല്ലാം പരസ്പരം ബന്ധിച്ചുകൊണ്ടുള്ള കൃഷി രീതി. ഈ പറമ്പിൽ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് പുതുതായി 500 റെഡ് ലേഡി പപ്പായയും 400 കറിവേപ്പും നട്ടിരിക്കുന്നു. നട്ടു തുടങ്ങുന്നതേയുള്ളൂ. ഒരടി താഴ്ത്തി തടമെടുത്ത് ചാണകം, സ്യൂഡോമോണസ് എന്നിവയിട്ട് മൂടിയ തടത്തിലേക്കാണ് ഇവ രണ്ടും നട്ടിരിക്കുന്നത്.
ഇവിടെ എല്ലാ കൃഷിക്കും ജൈവവളം മാത്രം ഉപയോഗിക്കുന്നു. കൃഷിയുടെ ആവശ്യത്തിനായി മണ്ണിര കമ്പോസ്റ്റും അതിന് ചാണകത്തിനായി പോത്തിനെയും ഇവിടെ വളർത്തുന്നുണ്ട്. വീടിനോട് ചേർന്ന് 1.5 ഏക്കർ സ്ഥലത്ത് ഫലവർഗ ചെടികളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. അൽഫോൺസ മാവ്, റംബൂട്ടാൻ, ആത്ത, സപ്പോട്ട, മുള്ളാത്ത, മാംഗോസ്റ്റിൻ, ചൈനീസ് ഓറഞ്ച് തുടങ്ങിയവയെല്ലാം ഇവിടെ വളരുന്നു. ഒരു ഭാഗത്ത് 50ഓളം റെഡ് ലേഡി പപ്പായ കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ 7 മാസമായി. 30 മുതൽ 50 കിലോ വരെ ആഴ്ചയിൽ 2 പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട്. ഇത് കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ വിൽക്കാനും സാധിക്കുന്നുണ്ട് എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. പഴുത്താലും 2 ആഴ്ച വരെ ചീഞ്ഞു പോകാതിരിക്കും എന്നുള്ളത് കച്ചവടക്കാർക്കും ആശ്വാസമാണ്. ഇവിടെ തന്നെ മറ്റൊരിടത്തായി 120 ചുവട് പപ്പായ കൂടി നട്ടിട്ടുണ്ട്. പൂത്തു തുടങ്ങി. ഈ കോമ്പൗണ്ടിന്റെ പുറം വേലി മുഴുവൻ കമ്പി നെറ്റിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ചുറ്റുവേലി മുഴുവൻ നാടൻ കോവൽ പടർത്തിയിരിക്കുകയാണ്. നല്ലതുപോലെ കായ്ക്കുന്നുമുണ്ട്. ഇതും ആഴ്ചയിൽ 2 പ്രാവശ്യമായി 80 കിലോയോളം വിൽക്കാൻ സാധിക്കും. കൃഷിയോടുള്ള ആവേശം, അതിനെ സമീപിക്കുന്ന രീതി, കൃത്യമായ പരിചരണം എല്ലാം ഇദ്ദേഹത്തിന്റെ കൃഷികളെല്ലാം വൻ വിജയമാക്കി മാറ്റി. ഈ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനം വിലയിരുത്തി പഞ്ചായത്ത് അവാർഡ്, ജില്ലാ അവാർഡ് തുടങ്ങിയവ ഇദ്ദേഹത്തിന് നൽകി ആദരിക്കുകയുമുണ്ടായി. ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നോമിനിയുമാണ് ഷംസുദ്ദീൻ. ഇപ്പോഴും കുവൈറ്റിൽ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കൃഷിയോടുള്ള ആവേശം ഇദ്ദേഹത്തെ നാട്ടിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നത് ഒരു സത്യമാണ്. താൽപ്പര്യമുണ്ടെങ്കിൽ കൃഷിയായാലും ബിസിനസ് ആയാലും ചെയ്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഷംസുദ്ദീൻ എന്നതിന് ഒരു സംശയവുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരനെൽ കൃഷി വ്യാപിപ്പിക്കാൻ ധനസഹായം. ചക്ക മഹോത്സവം തിരുവനന്തപുരത്ത്. ഹൈഡ്രോപോണിക്സിൽ പരിശീലനം. വാർത്തകൾ വിശദമായി.
കൃഷി വകുപ്പ് ഈ സാമ്പത്തിക വർഷം 2500 ഹെക്ടറിൽ കരനെല്ലി കൃഷി വ്യാപിപ്പിക്കും. ഏക്കറിന് 5440 രൂപ തോതിൽ കർഷകർക്ക് ധനസഹായം നൽകും. കരനെൽ കൃഷിയിൽ ഗ്രൂപ്പ് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കാൻ 10 അംഗങ്ങളെങ്കിലുമുള്ള കരനെൽ കൃഷി സമിതികൾ രൂപീകരിക്കും. കരനെൽ കൃഷി സമിതിയുടെ പ്രവർത്തനത്തിന് 25,000 രൂപയും ധനസഹായമായി നൽകും. ആഫ്രിക്കൻ പായലുകൾ ഉൾപ്പെടെയുള്ള കളപ്പായലുകളെ നശിപ്പിക്കാൻ ഗ്രാസ് കാർപ്പ് എന്ന ശുദ്ധജല മത്സ്യത്തെ ഉപയോഗിക്കാമെന്ന് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം തെളിയിച്ചു. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ 20 ഗ്രാസ് കാർപ്പിനെ വിട്ടാൽ മതിയാകും. ശരീരഭാരത്തിന്റെ 2 മുതൽ 3 ഇരട്ടി പായലിനെ അകത്താക്കുന്ന ഗ്രാസ് കാർപ്പ് മത്സ്യം 50 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484 249 2450. ജൂൺ 30 മുതൽ ജൂലൈ 9 വരെ തിരുവനന്തപുരത്ത് ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ വെള്ളായണി കാർഷിക കോളേജ്, ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, ശാന്തിഗ്രാം, സിസ, മിത്ര നികേതൻ, പനസ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, ഇബാക് എന്നിവർ ചേർന്നാണ് ചക്ക മഹോത്സവം നടത്തുന്നത്. 10 ദിവസം നീളുന്ന ചക്ക മഹോത്സവത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള വിവിധയിനം ചക്കകളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. കനകക്കുന്ന് സൂര്യകാന്തിയിൽ നടക്കുന്ന ചക്ക മഹോത്സവത്തിൽ സെമിനാറുകൾ, പ്ലാവിൻ തൈ വിൽപ്പന, ജൈവോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും എന്നിവയും ഉണ്ടാകും. വരിക്കച്ചക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന 10 കൂട്ടം തൊടുകുറികൾ ഉൾപ്പെടുത്തിയ ചക്കയൂണ് ചക്ക മഹോത്സവത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകും. ജൂൺ 30 രാവിലെ 10 മണിക്ക് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ചക്ക മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. തരിശുനില കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷി വകുപ്പ് സമ്മാനം നൽകും. ഏറ്റവും കൂടുതൽ സ്ഥലത്ത് തരിശുനില കൃഷി വ്യാപിപ്പിക്കുന്ന പഞ്ചായത്തിന് 1ാം സമ്മാനമായി 15 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിക്ക് 10 ലക്ഷം രൂപയും നൽകും. 2ഉം 3ഉം സ്ഥാനത്ത് വരുന്ന പഞ്ചായത്തുകൾക്ക് യഥാക്രമം 10 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ വീതം സമ്മാനമായി നൽകും. ഈ വർഷം 3000 ഹെക്ടറിൽ തരിശുനില കൃഷി വ്യാപിപ്പിക്കുവാൻ കൃഷിവകുപ്പ് ധനസഹായം നൽകും. തരിശുനില കൃഷി പദ്ധതി പ്രകാരം പാട്ടകൃഷി നടത്തുന്ന കർഷകർക്ക് ആദ്യ വർഷം ഹെക്ടറിന് 25,000 രൂപയും 2ാം വർഷം 5,800 രൂപയും ധനസഹായമായി നൽകും. സ്ഥലമുടമയ്ക്ക് ആദ്യ വർഷം 5,000 രൂപയും 2ാം വർഷം 1,200 രൂപയും ധനസഹായം നൽകും. ഒരുപ്പൂ നിലങ്ങളെ ഇരിപ്പുവാക്കുന്നതിന് 1 ഹെക്ടറിന് 10,000 രൂപയുടെ ധനസഹായവും നൽകും. കഴിഞ്ഞ വർഷം 2,900 ഹെക്ടർ തരിശുനിലം കൃഷിയോഗ്യമാക്കിയിരുന്നു. കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഹൈഡ്രോപോണിക്സിലും അക്വാപോണിക്സിലും പരിശീലനം സംഘടിപ്പിക്കുന്നു. മണ്ണ് ഉപയോഗിക്കാതെ പൂർണ്ണമായും വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുന്ന നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, പച്ചക്കറി കൃഷിക്കൊപ്പം മീൻ വളർത്തൽ കൂടി സാധിക്കുന്ന അക്വാപോണിക്സ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടി നാളെ മുതൽ 15 വരെ നൽകും. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7025 498850. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ പരിശീലന കേന്ദ്രത്തിൽ ജൂൺ 22 മുതൽ 24 വരെ പോത്ത് വളർത്തലിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 26955869. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഈ മാസം 15, 16, 17 തീയതികളിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തലിലും 19, 20, 21 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലുമാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. താൽപര്യമുള്ളവർ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂർ 12,700 രൂപ. കൊപ്ര കൊച്ചി 8,610 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശൂർ 8,560 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 52,000 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ചുക്ക് ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ സേലം 8,400 രൂപ, മഞ്ഞൾ ഈറോഡ് 8,700 രൂപ. അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,610 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 52,000 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ചുക്ക് ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 170-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 550-നും മധ്യേ. ഗ്രാമ്പു 670 രൂപ.
റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,000 രൂപ, ഓട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ വിപണിയിലെ പ്രതിസന്ധി വിട്ടുമാറിയില്ല. വ്യാവസായിക മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം മൂലം സ്റ്റോക്കിസ്റ്റുകൾ മുഖ്യ വിപണിയിലേക്കുള്ള ഷീറ്റ് നീക്കത്തിൽ വരുത്തിയ നിയന്ത്രണം തുടരുന്നു. അവധി വ്യാപാര രംഗത്തും തളർച്ച തുടരുകയാണ്. 4ാം ഗ്രേഡ് കിലോ 119 രൂപ. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങുന്നു. വെളിച്ചെണ്ണയുടെ ലഭ്യത ഉയർന്നതിനാൽ വിലത്തകർച്ചയെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് മില്ലുകാർ. അതേസമയം മഴ കൊപ്ര സംസ്കരണം തടസ്സപ്പെടുത്തിയത് ചരക്ക് വരവിനെ ബാധിച്ചു. കൊച്ചിയിൽ കൊപ്ര 8,610 രൂപയിലാണ്. ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്ന് കുരുമുളകിന് കാര്യമായ അന്വേഷണങ്ങളില്ലെങ്കിലും ഹൈറേഞ്ച് മുളകിന്റെ ലഭ്യത ചുരുങ്ങിയത് ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഉൽപ്പന്നത്തിന് താങ്ങായി. അൺഗാർബിൾഡ് മുളക് കിലോ 500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.2, 23.8. കൊച്ചി 27.8, 23.4. ആലപ്പുഴ 29, 23.6. പുനലൂർ 31, 23.5. തിരുവനന്തപുരം 32.2, 24.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.